പക്ഷേ 2019 ടെർമിനേറ്ററിൻ്റെ 6ാം ഭാഗം അതിൽ അദ്ദേഹം തന്നെ അഭിനയിക്കണം എന്നുള്ളതിൻ്റെ ശില്പികളുടെ നിർബന്ധപ്രകാരം അദ്ദേഹം വീണ്ടും അതിൽ അഭിനയിച്ചു. അപ്പോൾ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമ, 2019 ടെർമിനേറ്റർ ഡാർക്ക് ഫേറ്റ് എന്നുള്ള സിനിമ. ആദ്യത്തെ 3 ടെർമിനേറ്ററുകൾ പോലെ സാമ്പത്തിക വിജയം പിന്നീടുള്ള ടെർമിനേറ്റർ നേടിയിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം. 4ാം ഭാഗം വൻ ഫ്ലോപ്പായിരുന്നു. കാരണം അർണോൾഡ് ഗവർണറായിരുന്ന കാലത്ത് അർണോൾഡ് ഇല്ലാതെ ഉണ്ടാക്കിയ ഒരു ടെർമിനേറ്റർ ആയിരുന്നു. അതൊരു വൻ പരാജയമായിരുന്നു. അതിനുശേഷം 5ാം ഭാഗവും 6ാം ഭാഗവും അർണോൾഡ് അഭിനയിച്ചു. പക്ഷേ അപ്പോഴേക്കും ഇതിൻ്റെ സംവിധായകനും കഥാകൃത്തും ഒക്കെ ഇതിൽ കുറേ മാറ്റങ്ങൾ വരുത്തി. ലോകം കണ്ട ഒരു വലിയ മെഷീൻ ആ ടെർമിനേറ്ററായിട്ട് അർണോൾഡ് അഭിനയിച്ച് ഗംഭീരമാക്കിയ ആ മെഷീനിനെ കൂടുതൽ മാനുഷികമാക്കാനുള്ളൊരു ശ്രമം, മെഷീൻ മനുഷ്യരായി മാറുന്നു എന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു ഈ 5ാം ഭാഗത്തിലും 6ാം ഭാഗത്തിലും ഒക്കെ. ഏതായാലും അതൊന്നും വലിയ വിജയങ്ങളായില്ല. എന്തായാലും സാമ്പത്തികമായിട്ട് പരാജയമായില്ല.